ഗണേഷ് കുമാറിന് കണ്ടകശനി. ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടികൾ. പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടു. ഗണേഷ് കുമാറിന് ദൃഷ്ടിദോഷം സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. രണ്ടാം പിണറായി സർക്കാരിലെ മികച്ച മന്ത്രിമാരിൽ ഒരാളെന്ന ഖ്യാതിയിൽ വിലസുന്നതിനിടെയാണ് മന്ത്രിസഭയുടെ അവസാന കാലത്ത് തിരിച്ചടികൾ കൂട്ടത്തോടെ KSRTC ബസ് പിടിച്ച് ഗണേഷ് കുമാറിന് നേരെ വന്നിരിക്കുന്നത്. ഭാര്യ തുടങ്ങിവെച്ച വിവിധ പെരുമഴ കോടതിയുടെ രൂപത്തിലും ഇപ്പോഴത്തെ സമുദായത്തിന്റെ രൂപത്തിലും തകർത്ത് പെയ്യുകയാണ്. ഈ കൊടുംവേനൽക്കാലത്ത് മന്ത്രിമന്ദിരത്തിലെ AC മുറിയിലിരുന്ന് ഇത്രയധികം വിയർക്കുന്ന മറ്റൊരു മന്ത്രി ഉണ്ടാകില്ല എന്ന് തന്നെ കരുതാം. KSRTC എന്ന കീറാമുട്ടി തലയിൽ ചുമന്ന ലാഭത്തിലെത്തിച്ച മന്ത്രിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂട്ടത്തോടെ വന്നിട്ടുള്ള വിവാദങ്ങളുടെ പെരുമഴയിൽ ഒലിച്ചു പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ബാലകൃഷ്ണപിള്ളയുടെ കാലം മുതൽ രാജാവായി വാണിരുന്ന പത്തനാപുരം NSS താലൂക്ക് യൂണിയനാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെ കൈവിട്ടിരിക്കുന്നത്. ഗണേഷ് പ്രസിഡന്റായ NSS താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടിരിക്കുകയാണ്. യൂണിയനിലെ 10 അംഗങ്ങൾ രാജിവെച്ചു. ഗണേഷിന്റെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജി. ഇതിനു പിന്നാലെ രജിസ്ട്രാർ ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്ന ഗണേഷ് കുമാറിന്റെ നടപടികളിൽ നേരത്തെ തന്നെ യൂണിയനിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. താലൂക്ക് യൂണിയനിൽ 19 അംഗ ഭരണസമിതിയാണുള്ളത്. ഇതിൽ 10 പേരാണ് രാജിവെച്ചത്. അവസരം കാത്തിരുന്ന പോലെ NSS നേതൃത്വം ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു. പത്മ കബീർ നിർമ്മാണത്തിൽ അടക്കം ഭരണസമിതി അംഗങ്ങൾ ഗണേഷ് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഗണേഷിന് ഏകാധിപത്യമെന്നായിരുന്നു അംഗങ്ങളുടെ വിമർശനം. എന്നാൽ താലൂക്ക് യൂണിയനിൽ യാതൊരു പ്രശ്നവുമില്ലെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം. അച്ഛന്റെ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ താലൂക്ക് യൂണിയൻ ഒരിക്കലും കൈവിടില്ല എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഇത് ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഗണേഷിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നും കരുത്തായിരുന്ന സാമുദായിക പിന്തുണ നഷ്ടമായത് ഗണേഷിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയാണ്. ഭാര്യയുമായുള്ള പ്രശ്നം ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞെങ്കിലും NSS താലൂക്ക് യൂണിയനിലെ ഈ വിമത നീക്കത്തെ അത്ര പെട്ടെന്ന് ഒത്തുതീർപ്പിലെത്തിക്കാൻ കഴിയുമെന്ന് കരുതാനാവില്ല.